ഇന്ന് ഉച്ചയോടെയാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ നൽകിയിരിക്കുന്നത്. ഈ മനോജ് ശ്രീലകത്തിന്റെ സീരിയൽ അഭിനയിക്കാനായാണ് കൊച്ചി സ്വദേശിയായ ദിലീപ് ശങ്കർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നത്. കഴിഞ്ഞ ഒരു 4-5 ദിവസമായി അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 3 ദിവസമായി ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രൊഡക്ഷൻ കണ്ടർമാരൊക്കെ ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് ഈ സീരിയലിന്റെ ഡയറക്ടറായ മനോജ് ശ്രീലകം വ്യക്തമാക്കുന്നത്. പുള്ളി വർക്ക് ചെയ്യുന്ന സീരിയലിൻ്റെ സംവിധായകനാണ്. പുള്ളി ഒരു 4-5 ദിവസം മുമ്പ് നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വന്നതാണ്. എറണാകുളമാണ് പുള്ളിയുടെ സ്വദേശം. അപ്പോൾ ഒരു 2 ദിവസത്തേക്ക് മുമ്പ് പുള്ളി നമ്മുടെ ലൊക്കേഷനിൽ വർക്ക് ചെയ്യാൻ വന്നിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമുക്ക് വർക്ക് ഇല്ലായിരുന്നു. ഈ 2 ദിവസങ്ങളിൽ നമ്മുടെ പ്രൊഡക്ഷൻ ടീം പുള്ളിയെ വിളിക്കുന്നുണ്ട്. ഫോണിൽ വിളിക്കുമ്പോൾ പുള്ളി ഫോൺ എടുക്കുന്നില്ല. പുള്ളി സ്ഥിരമായിട്ട് ഇങ്ങനെ ഫോൺ എടുക്കാത്ത ഒരു ആളാണ്. അപ്പോൾ നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഏതെങ്കിലും ഡ്രൈവേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ മാനേജറോ അല്ലെന്നുണ്ടെങ്കിൽ കൺട്രോളറോ നേരിട്ട് ഒന്ന് പിന്നെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു. പുള്ളിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കരൾ രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളോട് പൂർണ്ണമായിട്ട് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിലുമായിരുന്നു. ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും പുള്ളി കറക്റ്റായിട്ട് ചെയ്യില്ലായിരുന്നു. അത് മെഡിസിനൊന്നും കറക്റ്റായിട്ട് കഴിക്കത്തില്ല. നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മളത് പറയുമായിരുന്നു. പക്ഷേ പുള്ളി അത് കണക്കാക്കാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഇന്നിപ്പം പുള്ളിക്ക് വർക്കില്ലായിരുന്നിട്ട് കൂടി നമ്മുടെ കൺട്രോളർ നേരിട്ട് 2 ദിവസമായിട്ട് കിട്ടാത്തതുകൊണ്ട് നേരിട്ട് വന്ന് ഇവിടെ അന്വേഷിക്കാമെന്ന് വിചാരിച്ച് നേരിട്ട് വന്നപ്പോഴാണ് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് പിന്നെ ആ റൂമിൽ നിന്ന് സ്മെല്ല് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ഹോട്ടൽ അധികൃതരെ അറിയിക്കുകയും അങ്ങനെ എന്നെ വിളിച്ച് സംസാരിക്കുകയും നമ്മളങ്ങനെ പിന്നെ പോലീസിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറയുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്. അതാണ് പോലീസ് എത്തിയവരാണ് ഡോർ തുറന്നത്. അതെ പോലീസ് വന്നതിന് ശേഷം അതിന് മുന്നേ ഹോട്ടൽ ജീവനക്കാരോ വിൻഡോ വഴി ഒന്ന് നോക്കിയായിരുന്നു. അപ്പം പുള്ളിയെ കാണുന്നുണ്ടായിരുന്നു അനക്കമില്ലാതെ കിടക്കുന്നത്. അപ്പോൾ അതും കൂടെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്. പോലീസ് വന്നിട്ടാണ് തുറന്ന് നോക്കിയത്. തറയിലായിരുന്നു ഉണ്ടായിരുന്നത്? ബെഡിലും തറയിലുമായിട്ടായിരുന്നു കിടന്നതെന്നാണ് പറയുന്നത്. ഇനിയിപ്പം എങ്ങനെയാണ് അടുത്ത നടപടികളൊക്കെ? പോസ്റ്റ്മോർട്ടം അടുത്തിപ്പോൾ നമ്മൾ പിന്നെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അവിടെ മോർച്ചറി വെച്ചിട്ട് ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത്തരത്തിൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും പോലീസ് വഴിയും നമ്മൾ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ഇന്നും ഫോൺ എടുക്കാത്ത സാഹചര്യത്തിലായിരുന്നു ഇവിടേക്ക് ഈ ഹോട്ടലിലേക്ക് ഈ സീരിയലിൻ്റെ ഭാഗമായുള്ളവർ നേരിട്ടെത്തിയത്. ആ സമയത്താണ് മൃതദേഹം ഈ കട്ടിൽ താഴെ കിടക്കുന്ന സാഹചര്യം കാണാൻ കഴിഞ്ഞത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി തുറന്നു നോക്കുമ്പോഴാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ റൂമിൻ്റെ അടുത്തേക്കൊക്കെ എത്തിയ സമയത്ത് ഈ ഹോട്ടലിൽ എത്തിയ സമയത്ത് വീണ്ടും ഈ ക്ലീനിങ്ങിനൊന്നും വരണ്ട എന്ന ഒരു നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായി നൽകിയിരുന്നു. ഈ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. ഒപ്പം തന്നെ ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളൊക്കെ സ്വീകരിക്കുക. ക്യാമറാമാൻ PV രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.